ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ എന്തുണ്ട് വേറെ വിശേഷങ്ങൾ? നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനും മോനും തമ്മിലുള്ളൊരു കുഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്ന വീഡിയോ കേട്ടോ. വലുതായിട്ട് കാണിക്കാനൊന്നും കാണത്തില്ല, എന്നാലും എൻ്റെയും അവൻ്റെയും ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കാം എന്ന് വെച്ചിട്ടെടുക്കുന്ന ഒരു വീഡിയോ ആണ്. ബൈ ദ വേ, എൻ്റെ കുട്ടിക്കുരുപ്പ് ഇതാ കിടപ്പുണ്ട്. ഫോക്കസ്. ഓക്കെ, അവനിപ്പം നല്ല ഉറക്കമാണ്. രാത്രിയൊക്കെ നല്ല സുഖമായി ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് തീരെ ഉറക്കമില്ല. അയ്യോ, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവൻ നേരെ ഉറങ്ങിയിട്ടില്ല. അവൻ ഉറങ്ങി, നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടില്ല. അവനിങ്ങനെ കണ്ണടച്ച് കിടന്ന് കിയോ കിയോ എന്ന് വിളിക്കും പാലിന് വേണ്ടി. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് എണീക്കേണ്ടി വരും. എൻ്റെ കണ്ണ് ഡാർക്ക് സർക്കിൾസൊക്കെ കണ്ടോ? അയ്യോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ല, പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ട്. അപ്പം അവൻ ഉറങ്ങാത്തത് കൊണ്ടും അവൻ ഉറങ്ങിയത് കൊണ്ടും ഞാൻ ഉറങ്ങാത്തത് കൊണ്ടും ഇനിയും ഞാനിങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ നടക്കുകയാണെങ്കിൽ ഞാൻ കറങ്ങി വീഴും. അതിന് ഞാൻ ടയേർഡാണ്. എൻ്റെ കണ്ണൊക്കെ ശരിക്കും ഇങ്ങനെ വലിഞ്ഞ് മുറുകണ പോലെ തോന്നുന്നുണ്ട് ഉറങ്ങാതെ. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുട്ടിക്കുരുപ്പിനെയും കൊണ്ട് വന്ന് കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങുന്നു. ഇപ്പം ഞാൻ മുകളിൽ വന്നിട്ട് തന്നെ ഒരു 1.5 മണിക്കൂർ എന്തോ ആയിട്ടുണ്ട്. ഇതുവരെ ഇവ ഉറങ്ങിയിട്ടില്ല. ഇവനെ കൊണ്ടുവന്നൊന്ന് ഉറക്കി ഞാനും ഉറങ്ങാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അവൻ ഉറങ്ങിയിട്ടില്ല. അപ്പം എനിക്ക് നന്നായിട്ട് ഉറങ്ങണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പോണേ. അതുപോലെ നമ്മുടെ പുറകിലെ തൊട്ടിൽ കണ്ടോ, ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ കേട്ടോ, നമ്മൾ റീസെൻ്റ്ലി ഒരു തൊട്ടിലിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അത് ഈ ഒരു തൊട്ടിലിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറേ പേര് പറഞ്ഞു, അയ്യോ ഒത്തിരി ഹൈറ്റിലല്ലേ കുഞ്ഞ്, സേഫാണോ, അത് കുറച്ചുകൂടെ താഴ്ത്തി കെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി നമ്മുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ആ ഒരു ഹൈറ്റിന് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവനതിലാണ് കിടത്തുന്നത്. പക്ഷേ നമ്മൾ അവനെ ഇട്ടിട്ട് അങ്ങനെ പോവാറില്ല. നമ്മളൊരു മാക്സിമം ഒരു 1.5 മണിക്കൂറൊക്കെ അതിൽ കിടത്തിയിരിക്കും. ആ കിടത്തുന്ന സമയം ഞാൻ ഇവിടെ തന്നെ കാണും. വേറെ ഒരിതും പോകാറില്ല. അതുകൊണ്ട് അവൻ ഭയങ്കര സേഫാണ് തൊട്ടിൽ. അങ്ങനെ ആരും ടെൻഷനൊന്നും അടിക്കണ്ട, അയ്യോ കുഞ്ഞ് താഴെ വീഴോ. കുറേ പേരങ്ങനെ പറയും, കുഞ്ഞ് താഴെ വീഴത്തി മീൻസ് ഇത് ഒട്ടും സേഫ് അല്ലല്ലോ, കുറച്ച് താഴ്ത്തി കെട്ടു, അതാകുമ്പോൾ അവൻ സേഫ് ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ടെൻഷൻ വേണ്ട, സേഫാണ് കുഞ്ഞുവാവ, സേഫാണ്. പിന്നെ കുറച്ചുകൂടെ താഴ്ത്തി കെട്ടാൽ നിങ്ങൾ പറയുന്നത് പോലെ അവൻ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് അവനെ അതിൽ കിടത്താൻ പറ്റും. ഓക്കെ, ബൈ ദ വേ, ഞാൻ നമ്മുടെ ആദ്യക്കുട്ടിയെ കാണിച്ചത്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ആദ്യക്കുട്ടി ഇപ്പം നമ്മൾ ഒരു നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഉറങ്ങാൻ പറ്റുമെന്നറിയില്ല. ഉറങ്ങുമെങ്കിൽ ഉറങ്ങിയിട്ടുള്ളതൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ വരും. അങ്ങനെ ആദ്യക്കുട്ടി ഉറങ്ങി. ഞാനും അവൻ്റെ കൂടെ കിടന്ന് വേഗം ഉറങ്ങട്ടെ, എണീക്കണ മുന്നേ. അങ്ങനെ ഞാൻ എണീറ്റു. കുറച്ചുറങ്ങി, അധികമൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. കുറച്ചുറങ്ങി. അത് കുട്ടീനെ ഞാൻ സംഗീടെ ഏൽപ്പിച്ചു. എന്നിട്ട് അവൻ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. എന്നിട്ട് അവൻ ഇടയ്ക്ക് വെച്ചൊക്കെ എണീറ്റു. അപ്പം ഞാൻ സംഗീയെ വിളിച്ച് പറഞ്ഞു, എടാ വന്നൊന്ന് മോനെ എടുക്കുക. ഞാനാണ് നന്നായിട്ട് ഫീഡൊക്കെ ചെയ്തു. എന്നിട്ട് താഴെ അമ്മയുടെ കയ്യിലും അവളുടെ കയ്യിലും സേഫായിട്ടിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഉറങ്ങി. എണീറ്റു. ഇനി കുളിക്കണം, ഹെയർ വാഷൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായി ഞാൻ കുളിച്ചിട്ട്. അവന് പനിയായിരുന്നു, കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് വയ്യ. അപ്പം അതുകൊണ്ട് ഞാനും കുളിച്ചില്ല, ബിക്കോസ് ഫീഡ് ചെയ്യുന്നല്ലേ, അതുകൊണ്ട് കുളിച്ചില്ല. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ്. സോ എൻ്റെ ദിവസം തന്നെ ഉറങ്ങിയിരിക്കുന്നൊരു ദിവസമായി പോവും. അപ്പം എന്തായാലും പോയി ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കുളിച്ച് താഴേക്ക് ചെല്ലാം. എൻ്റെ കണ്ണൊക്കെ കണ്ടു, ഈശ്വര, ഡാർക്ക് സർക്കിൾസൊക്കെ വന്ന്. സോ അപ്പോൾ കുളിക്കാൻ പോണ മുന്നേ ഹെയർ കെയറൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷാമ്പൂ കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. പരിചയപ്പെടുത്താമൊന്നുമില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ഷാമ്പൂ ആണ്. എനിക്കിപ്പം അത്യാവശ്യം ഹെയർ ഫോളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞു 3 മന്ത്സ് തൊട്ടായിരിക്കും നമുക്ക് മുടിയൊക്കെ കൊഴിഞ്ഞ് തുടങ്ങണേന്ന്. അപ്പം കുഞ്ഞിനിപ്പം 3 മന്ത്സ് ഒക്കെ കഴിഞ്ഞു, 4 മന്ത്സ് സ്റ്റാർട്ടായി. എൻ്റെ മുടി കൊഴിച്ചിട്ടും തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ടായി. അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ഹെയർ കെയറൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊരു, ഞാനിപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് എടുത്ത് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇപ്രാവശ്യം ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മമ്മാർത്തിൻ്റെ ഹെയർ ഷാമ്പൂ ആണ് ഫോർ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്
ഇതിൻ്റെ മെയിൻ 2 കീ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ലെമണും അതുപോലെ തന്നെ ജിഞ്ചറുമാണ്. കുറേ ഹെയർ കെയർ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ജിഞ്ചർ വെച്ചിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ചായിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ട് ഒരു 3 ആഴ്ചയൊക്കെ. പക്ഷേ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം 1.5-2 മാസമായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. സോ എനിക്ക് നന്നായിട്ട് കണ്ണടച്ച് അതിൻ്റെ റിവ്യൂ എനിക്ക് പറയാൻ പറ്റും. അപ്പം ഇതിപ്പോൾ പറയുന്നത് വെച്ചാൽ അപ്പം ഹെയർ കെയർ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് കുറച്ചിങ്ങനെ യൂസ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷാമ്പൂ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആസ് നമുക്കറിയാം മമാഅർത്ത് എന്ന് വെച്ചാൽ ഈ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അവർ പറയുന്നുണ്ട്, ഒരു ബ്രാൻഡ് തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട് ഹാർംഫുൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഹാർംഫുൾ കെമിക്കൽസ് ലൈക്ക് പാരബൻ, സിലിക്കൺ, പിന്നെ സൾഫേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടുള്ളത് ബ്രാൻഡ് തന്നെ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഇവരുടെ എല്ലാ പ്രോഡക്ട്സും. നമുക്ക് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഓൺലൈനിൽ പോയി മേടിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഓഫ്ലൈൻ ആയിട്ട് മേടിക്കാം. അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള കടകളിൽ, നമ്മളുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും മാമാഅർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഞാനും പോകുമ്പോഴത്തേക്കും കാണും കേട്ടോ. ചില കടയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, അയ്യോ ഞാനും ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രൊമോട്ട് ചെയ്ത പ്രോഡക്റ്റ് ഇതോ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഞാനും പറയാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാം. പിന്നെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള mamaearth.in, അതുപോലെ തന്നെ ആമസോൺ, നൈക്ക, പർപ്പിൾ, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. പിന്നെ ഒരു 20% ഡിസ്കൗണ്ട് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ യൂസ് മൈ കോഡ് lavish2023 at mamaearth.in. ഇതിലുള്ള ജിഞ്ചർ നമ്മളുടെ സ്കാൽപ്പിലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ മാറ്റാനും നേരത്തെ പറഞ്ഞ പോലെ ഡാൻഡ്രഫ് ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. നല്ല 2 ഓപ്ഷനാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഹെയറൊക്കെ വാഷ് ചെയ്ത് തരട്ടെ. അത്യാവശ്യം നല്ല രീതിക്ക് ചളകുളമായിരിക്കുകയാണ്. എനിക്കും ഇഷ്ടമല്ല ഇങ്ങനെ ഹെയറൊക്കെ വാഷ് ചെയ്യാണ്ട് കുറേ ദിവസം ഇരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമുള്ള ആളല്ല. അപ്പം യെസ്, എന്തായാലും ഞാൻ പോയി ഹെയർ വാഷ് ഇട്ടേ. ഭയങ്കര ഹെഡേക്ക് വെച്ചാൽ ഭയങ്കര ഹെഡേക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കണ്ടിന്യൂസ് ആയിട്ടും ഉറക്കമില്ലായ്മ ആയിരിക്കും ഇതിൻ്റെ ഒരു മെയിൻ റീസൺ. എനിവേസ് ബാ, ഹെയർ വാഷ് ചെയ്തിട്ട് കാണാം. കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോവാം. അതുകുട്ടിയെ കാണാൻ. ബൈ ദ വേ, നിങ്ങൾ എൻ്റെ ഒരു മലയാളി ടീഷർട്ട് കണ്ട് മടുത്ത് കാണും. ഇല്ല മക്കളെ, ടീഷർട്ടൊന്നും. അപ്പോൾ ബാ, നമുക്ക് അതുകുട്ടിയെ കാണാം. ബാ ആദ്യക്കുട്ടി. ഹായ്. അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നിന്ന ദിവസം അടിപൊളിയായിരുന്നു. കാരണം ഇന്ന് ഫുള്ളും ഉറക്കം. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു, ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ കിടന്നു. എനിക്ക് തലവേദന ഒട്ടും പറ്റാണ്ട് വീണ്ടും കിടന്നു. ഇപ്പം എണീച്ചതേ ഉള്ളൂ. ആദ്യക്കുട്ടി താഴെയാണ്. ഇനി താഴേക്ക് ചെല്ലണം. ഞാൻ ഈ കളി തമാശയൊക്കെ പറയുന്നെങ്കിലും തല നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട്, അമ്മാതിരി വേദനിക്കുന്നത്. അപ്പോൾ താഴെ പോയി നല്ലൊരു കോഫി അല്ലെങ്കിൽ നല്ലൊരു കട്ടൻ ഒക്കെ ഇട്ട് കുടിച്ചാലേ ഇനി ശരിയാവത്തുള്ളൂ എന്ന് വിചാരിക്കുന്നു. ശരിയാവുമെന്ന് വിചാരിക്കുന്നു. സുബാ, നമുക്ക് താഴെ പോവാം. അങ്ങനെ നേരെ താഴേക്ക് വന്നു. നല്ലൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. നിങ്ങൾ വിചാരിക്കും എൻ്റെ എല്ലാ വീഡിയോസിൽ എന്താണ് ഈ സെയിം ക്ലിപ്പിംഗ് ഉണ്ടല്ലോ, സെയിം റിപ്പീറ്റേഷൻ ആണല്ലോ എന്നൊക്കെ വിചാരിക്കും. നമ്മളുടെ വീട്ടിൽ ദിവസവും നടക്കുന്ന ഒരു കാര്യം ഷൂട്ട് ചെയ്യുമ്പം എന്തായാലും ഇത് വരും. കാരണം നമ്മൾ ഡെയിലി നടക്കുന്ന ഒരു കാര്യം ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതിനി റിപ്പീറ്റ് ആവാണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പം ഞാനും എൻ്റെ കുട്ടി കുരുപ്പുകൊണ്ടിരുന്ന പാട്ടൊക്കെ കാണുവാണ് കേട്ടോ. അവൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല, മോന് പാട്ട് കേൾപ്പിച്ച് കൊടുക്കാറുണ്ട്. അവൻ ഇഷ്ടമാണ്. ഇങ്ങനെ ചെറിയ മെലഡിയൊക്കെ കണ്ടോ, എക്സ്പ്രഷനൊക്കെ കണ്ടോ, ചിരിക്കുന്നു, കരയുന്നു, ഉറക്കത്തിൽ പല എക്സ്പ്രഷനും കാണിക്കുവാണ്. അപ്പോൾ ഞാനും അമ്മയും സംഗിയൊക്കെ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്കാണ് നമ്മുടെ സംഗി അവൾ നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മുടെ ഗോതമ്പ് മാവൊക്കെ വെച്ചിട്ട് അകത്ത് തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഒരു ഫില്ലിങ് ചെയ്തിട്ട് എടുക്കണം. അത് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ചൊക്കെ എടുക്കും കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. സിമ്പിളാണ്. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ, അതുപോലെ ഉപ്പൊക്കെ ഇട്ട് ഗോതമ്പ് മാവിൽ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ചപ്പാത്തി മാവ് പരത്തുന്നത്, അതായത് ഭൂരി ഒക്കെ നമ്മൾ ചെയ്തെടുക്കില്ലേ, അതുപോലെ ജസ്റ്റ് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു ഫില്ലിങ് വയ്ക്കും. തേങ്ങയും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ എൻഡ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് നമ്മളൊരു പാനിൽ വെച്ച് നന്നായിട്ട് അത് നെയ്യൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്വീറ്റാണ്. അപ്പം ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ മോനെ കുളിപ്പിക്കാൻ പോകുന്നതാണ്. അപ്പം ഞാൻ
എന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ജസ്റ്റ് മാറ്റിയിട്ട് കുളിപ്പിക്കും. കാരണം ഈ മാധുവിനെ കുളിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാനും കുളിച്ചാണ് കയറുന്നത്, അത്രയും നനയും. അപ്പോൾ ഞാൻ ഡ്രസ്സ് താഴെ വെച്ച് അങ്ങനെ ചെയ്യും. പിന്നെ മോനെ സിങ്കിൻ്റെ അവിടെ വെച്ചാൽ കുളിപ്പിക്കണം. അപ്പോൾ നിങ്ങളാരും വിചാരിക്കേണ്ട അയ്യോ വാഷ് ബേസിൻ്റെ അവിടെയാണത്, കയ്യിലച്ച് കുളിപ്പിക്കണം കേട്ടോ. അപ്പം മോനെയും കുളിപ്പിച്ചു, എൻ്റെ റൂട്ടീനൊക്കെ കഴിഞ്ഞു, എൻ്റെയും സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്തു, ബാക്ക് ടു എൻ്റെ നേരത്തെ ഇട്ട ഡ്രസ്സിലൊക്കെ വന്നു. സോ ഇത്രയൊക്കെയുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പം അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെ ആദ്യക്കുട്ടി റെഡിയാക്കി, ഇനി അവൻ്റെ ബെഡ് ടൈമാണ്. അവനെ നമ്മൾ ഉറക്കാൻ പോവുകയാണ്. കറക്റ്റ് ഒരു 8:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ അവനെ ഉറക്കും. അപ്പോൾ ആ സമയമായിട്ടുണ്ട്. അപ്പോൾ അത് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഹോപ്പ് എവറിബഡി ലൈക്ക് ദിസ് വീഡിയോ. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.